എല്ലാ പ്രിയ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായിരിക്കുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. വീണ്ടും ഇങ്ങനെ ഒരു പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരാഴ്ചക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. പുതിയ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗം നമ്മെ സഹായിച്ചല്ലോ. എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറയുന്നത്? പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണോ? പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടാണോ? കഷ്ടതകളില്ലാഞ്ഞിട്ടാണോ? രോഗങ്ങളില്ലാഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് അതിൻ്റെ മധ്യത്തിൽ ബലവാനായ കർത്താവ് നമ്മോട് കൂടെ അവിടുന്ന് അനുവദിച്ച് തരുന്നത് എല്ലാം നന്മയും നന്മയ്ക്കായും ഉള്ളതാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയെന്ന് പ്രസ്താവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം 64-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് നാം ചിന്തിച്ചു. വാസ്തവത്തിൽ ആ സങ്കീർത്തനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഇവിടെ എത്തും വരെ എന്നോട് ഇടപെടുകയും ഒരു മെസ്സേജായിട്ട് സഭയ്ക്ക് മധ്യത്തിൽ തരണമെന്ന് ചിന്തിച്ചതും തികച്ചും വ്യത്യസ്തമായ ഒരാശയവും ഒരു സന്ദേശവുമായിരുന്നു. എന്നാൽ നമ്മോടൊപ്പം ചില പുതിയ പ്രിയപ്പെട്ടവരും സ്തോത്രം നമ്മുടേതായിരിക്കുന്ന രീതികളും നമ്മുടേതായിരിക്കുന്ന ആക്രമങ്ങളും അറിയാത്തതായിരിക്കുന്ന മറ്റ് രീതികളിൽ സ്തോത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരായി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ ആ രീതിയിലുള്ളൊരു സന്ദേശം അനുചിതമായിരിക്കും എന്ന് ദൈവാത്മാവ് ഇടപെട്ടതുകൊണ്ട് ദൈവസന്നിധിയിൽ ചോദിച്ചു പ്രാപിച്ച മറ്റൊരു ആംഗിൾ ഓഫ് ദ സാം, അല്ലെങ്കിൽ ആ സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ള ദർശനമാണ് നാം കഴിഞ്ഞ ആഴ്ചക്കാലം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ ഈ ആഴ്ച ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്തപ്പോൾ തികച്ചും തത്തുല്യമായിരിക്കുന്ന മറ്റൊരു സങ്കീർത്തനം ദൈവം എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ തന്നപ്പോൾ അതെന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചക്കാലം ചിന്തിപ്പാൻ തക്കവണ്ണം ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ചില ആലോചനകൾ ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ ഭാഗത്തോട് ചേർന്ന് ഞാൻ ചിന്തിപ്പാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. അതിനെക്കുറിച്ച് അധികമൊന്നും പറയുകയില്ല. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് സഭയ്ക്ക് വെളിപ്പെടുത്തുന്നത്, ഭക്തന്മാർക്ക് വെളിപ്പെടുത്തുന്നത് ഈ നാളുകളിൽ നമ്മെ അധികം പ്രാർത്ഥനാനിരതരും അധികം ഭക്തിയുള്ളവരും അധികം തീഷ്ണതയുള്ളവരുമായി കർത്താവിനെ സേവിപ്പാൻ പ്രാപ്തമാക്കി തീർക്കുമെന്ന് ദൈവാത്മാവിൽ ഉറപ്പുള്ളതുകൊണ്ട് ആ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 64-ാമത്തെ സങ്കീർത്തനം കഴിഞ്ഞ ആഴ്ചക്കാലം രക്ഷയെക്കുറിച്ചും ദൈവത്തിലുള്ള നീതീകരണത്തെക്കുറിച്ചുമൊക്കെ നാം ചിന്തിച്ചപ്പോൾ തന്നെ 64-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് ഒടുക്കപ്പെട്ടു പോകുന്ന ഒരു ജാതി, ഒരു ഭക്തനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒടുക്കപ്പെട്ടു പോകുന്ന ഒരു ജാതി, വളരെയേറെ തീഷ്ണതയേറിയ, അല്ലെങ്കിൽ അതിനെങ്ങനെയാ പറയുന്നത്, വളരെയേറെ ഇൻറ്റൻസീവായിട്ടുള്ള തീവ്രമായിരിക്കുന്ന കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ഭക്തനെ 64-ൽ കാണുവാനായിട്ട് സാധിക്കും. 74-ലേക്ക് വരുമ്പോൾ അത് ദാവീദിൻ്റെ സങ്കീർത്തനമെങ്കിൽ ഇത് ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. തീവ്രമായിരിക്കുന്ന കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു സഭയെ നമുക്ക് 74-ാമത്തെ സങ്കീർത്തനത്തിൽ ദർശിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ എന്തുകൊണ്ട് ഇതിനെ ചേർത്ത് പറയുന്നെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ചക്കാലം ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് സഭയെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സങ്കീർത്തനത്തെ 3 മാനങ്ങളിൽ നമുക്ക് ചിന്തിപ്പാൻ സാധിക്കും. ഒന്ന്, ലോകമൊത്തമുള്ള അല്ലെങ്കിൽ അവിടവിടങ്ങളിലായി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന സഭകളെ മൊത്തമായി, അല്ലെങ്കിൽ അവയെ ഓരോന്നായി ആസ് എ ഗ്രൂപ്പ് ഓഫ് ചർച്ചസ്, ഒരു സഭകളുടെ കൂട്ടം എന്നുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. 2,
തനിപ്പെട്ട ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എൻ്റെ ലോക്കൽ സഭ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ സങ്കീർത്തനത്തെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമത്, ഞാൻ എന്ന ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്ന എബി എന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നാമങ്ങൾ ഉച്ചരിക്കണം. സ്തോത്രം. നിങ്ങളെന്ന വ്യക്തിപരമായിരിക്കുന്ന സഭയെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ സങ്കീർത്തനം ഞാൻ ആരംഭിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു സങ്കീർത്തനം എന്നുള്ളൊരു പദപ്രയോഗത്തിലാണ് ഞാൻ ആരംഭിച്ചത്. എഴുതി വെച്ചൊന്നുമല്ല കേട്ടോ വന്നത്. എന്നാൽ ഇവിടെ വന്ന് നിന്നപ്പോൾ അങ്ങനെ ഒരു പദമാണ് എൻ്റെ നാവിലൂടെ ഓടി വന്നത്. സഭ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഇന്നത്തെ ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ ആസാഫിനെ പോലെ നിലവിളിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഇല്ലെങ്കിൽ ഒരു വാക്യം പറഞ്ഞ് അതിൻ്റെ ഭീകരത നിങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി ഞാൻ ഓടുകയാണ്. മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞതുപോലെ ഇരിക്കും. അത് വളരെ പ്രസക്തമായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. അവിടെ മൊർദെഖായി എസ്തേറിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാ: നീ രാജസ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നീ ഈ കാണുന്ന എല്ലാവരെക്കാളും രക്ഷപ്പെടുമെന്ന് രാജാവിൻ്റെ സകല കാവലും നിനക്കുണ്ടാകുമെന്ന് നീ കരുതരുത്. യഹൂദന്, ദൈവത്തിൻ്റെ ഭക്തന്, ദൈവത്തിൻ്റെ സഭയ്ക്ക് നീയില്ലെങ്കിൽ വേറൊരിടത്ത് നിന്ന് ഉദ്ധാരണവും വിടുതലും രക്ഷയും ഉണ്ടാകും. കാരണം ഇവിടെ നാം ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ സഭ എന്താ പറയുന്നത്, നമ്മളൊരു വ്യക്തിയുടേതല്ല, മറിച്ച് അത് വില കൊടുത്തു മേടിച്ചവൻ. അവനതിൻ്റെ ഉടയവൻ. അവനതിനെക്കുറിച്ച് വിചാരമുണ്ട്. അവനതിനെക്കുറിച്ച് കൃത്യമായ കരുതലുണ്ട്. അവൻ അതിനെ രക്ഷിക്കുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ചിന്തിക്കണേ, എന്നാൽ നീ നശിച്ചു പോകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ അത്രമാത്രം ഒന്നും ബാധിക്കത്തില്ലായിരുന്നു. ഞാൻ ചെയ്തില്ല, ഞാൻ ഉത്തരവാദിത്വം ചെയ്തില്ല, ഞാൻ നശിച്ചുപോയി. പക്ഷെ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്: നീയും നിന്റെ പിതൃഭവനവും. കുടുംബമല്ല, നീയും നിന്റെ പിതൃഭവനവും. അത് ഭയങ്കര ഒരു വാസ്റ്റ് ഫാമിലിയാ. നിന്റെ ലീനിയേജിൽ വരുന്ന എല്ലാം എന്ന് പറഞ്ഞാൽ നിന്റെ ബൈബിളിന്റെ ഭാഷയിൽ ഞാൻ പറയുക, നിന്റെ വരുന്ന പുറപ്പെട്ടു വരുന്ന സകലതും അത് നിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ആദാമിന്റെ പേരിൽ സകല മനുഷ്യവർഗവും അറിയപ്പെടുന്നത് പോലെ എബിയുടെ പേരിൽ എബിയിൽ നിന്നുണ്ടാകുന്ന സകല സന്താനങ്ങളും അറിയപ്പെടുന്നത്. മറ്റൊരു ഉദാഹരണം അബ്രഹാമാ. കുഞ്ഞുകളിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ശക്തമായ ഒരു വാക്യമാ, ഒരു സന്ദേശമാ. പ്രിയമുള്ളവരെ, കരയുവാനുള്ള കാലം അടുത്തിരിക്കുന്നു. സ്തോത്രം. ഇത് നിങ്ങൾക്കൊരു പ്രവചനമായിട്ടോ ഒരു ദൈവദൂതായിട്ടോ സമീപകാലത്തിൽ സഭയ്ക്ക് സംഭവിക്കുവാനിരിക്കുന്ന വലിയ തീക്ഷ്ണമായിരിക്കുന്ന തീവ്രമായിരിക്കുന്ന അവസ്ഥയായിട്ടോ കണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സ്തോത്രം ഉള്ള ഒരു പ്രബോധനമായി കരുതാവുന്നതാണ്. സ്തോത്രം. വായിച്ച് മുൻപോട്ട് പോകുകയാണ്. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞതെന്ത്? നിന്റെ മേച്ചൽപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നത് എന്ത്? അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ. നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭ. ഞാനപ്പം പെട്ടെന്ന് ചില സമയങ്ങളിൽ ഈ മലയാളത്തിലെ പരിഭാഷകൾക്ക് അതിൻ്റെ പൂർണ്ണാർത്ഥം നൽകുവാൻ തക്കവണ്ണം കഴിയാതെ വരാറുണ്ട്. അപ്പം ഞാൻ ഉടനെ പോയി അതിൻ്റെ ഹിബ്രു എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അവിടെയും കോൺഗ്രിഗേഷൻ, ദൈവത്തിൻ്റെ ജനമെന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് സഭയെ സമ്പാദിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല.
ആസാഫിൻ്റെ ദർശനം കണ്ടോണേ. ആസാഫ് നോക്കുമ്പോൾ കാണുകയാണ് സഭയെ ദൈവം പണ്ടേ സമ്പാദിച്ചു. അപ്പോസ്തലന്മാർ എഴുതുമ്പോൾ ഇങ്ങനെ പറയുകയല്ലേ, ഇതാ ഉലകസ്ഥാപനത്തിനു മുൻപേ, ലോകസ്ഥാപനത്തിനു മുൻപേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്തിനു വേണ്ടി? തൻ്റെ സഭയ്ക്ക് വേണ്ടി, തൻ്റെ കൂട്ടത്തിനു വേണ്ടി. തന്നെ അന്വേഷിക്കുന്നവർ പിൻപറ്റുവാൻ, തന്നെ കണ്ടെത്തുവാൻ തക്കവണ്ണം മാർഗങ്ങളെയും വഴികളെയും ഏർപ്പെടുത്തി വെച്ചവൻ. ജനം തങ്ങിലേക്ക് തിരിയുവാൻ ഏക വഴിയായി കർത്താവായ യേശു ക്രിസ്തുവിനെ കൊടുത്തു. അവനാൽ താൻ സ്ഥാപിച്ച സഭ പണ്ടേ അവൻ വളരെ ചിന്തിക്കണം. നമ്മളൊക്കെ സമ്പാദിക്കുന്നത് എങ്ങനെയാണ് അല്ലേ? എത്ര നേരം അധ്വാനിക്കുകയും എത്ര നേരം അതിൻ്റെ പുറകിൽ മാനസികമായി ശാരീരികമായി നാം അധ്വാനിക്കുമ്പോഴാണ് നമ്മളുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാകുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മയൊക്കെ സമ്പാദിക്കുവാൻ, നമ്മയൊക്കെ സഭയായി തൻ്റെ മണവാട്ടിയായി താൻ സമ്പാദിക്കുവാൻ, താൻ എത്രമാത്രം അതിൻ്റെ പിറകിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്തു എന്നുള്ളത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊരല്പം കൂടെ ആഴമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നിട്ട് പറയുക, നീ വീണ്ടെടുത്ത, ഒന്ന് സമ്പാദിച്ച, രണ്ട് വീണ്ടെടുത്ത. സ്റ്റോപ്പ്. രണ്ട് വീണ്ടെടുത്ത. സ്റ്റോപ്പ്. നമുക്കറിയാവുന്ന ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ഒന്നിനും കഴിയാതിരിക്കെ സ്വന്തം പ്രാണനെ തന്ന് വീണ്ടെടുത്ത ദൈവത്തിൻ്റെ സഭ. പക്ഷെ ഇന്നത്തെ അതിൻ്റെ അനുഭവം, ആ മൂന്നാമത്തെ വാക്യം എന്നെ ഭയപ്പെടുത്തുകയും വളരെ ആഴമായി ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു പദപ്രയോഗം വീണ്ടും അവിടെയുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ് നിത്യശൂന്യം. ശ്രദ്ധിക്കണേ, പിന്നീട് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. നിത്യശൂന്യം. ആസാഫ് നോക്കുമ്പോൾ അന്നത്തെ സഭയുടെ അനുഭവം ഒരു നിത്യശൂന്യതയായി കിടക്കുകയാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ചില നിമിഷങ്ങളിൽ കർത്താവ്, ഇതൊരു നിത്യശൂന്യതയുള്ള മേഖലയാണെന്ന് തോന്നിയിട്ടുള്ള മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒരിക്കലും ഈ ഭാഗം നമ്മൾ സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ ഒരിക്കലും ഗതി പിടിക്കാത്തൊരു മേഖല, ഒരിക്കലും വളരത്തില്ലെന്ന് ഉറപ്പിക്കുന്ന ഒരു മേഖല. സഭയെ നോക്കി പറയുക, ഗതി പിടിക്കാത്തൊരു സഭയായി സഭ കിടക്കുമല്ലേ എന്ന്. സ്തോത്രം. എന്നിട്ട് സങ്കീർത്തനക്കാരൻ ആ ഗതി പിടിക്കാത്ത സഭയാ, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്ന് തീരുമാനിക്കുകയല്ല, മറിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിത്യശൂന്യങ്ങളിലേക്ക് അവിടുത്തെ കാലടികളെ വയ്ക്കണമേ. എന്നിട്ട് പറയുക, ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. ചരിത്രകാരന്മാര് ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. യെരുശലേം ദേവാലയം തകർക്കപ്പെട്ട അനുഭവങ്ങളിൽ എഴുതപ്പെട്ടതാകാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അധികം ആളുകളും പറയുന്നത് യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടിട്ടും അന്നത്തെ അധികാരികൾക്ക്, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന പുരോഹിത വർഗം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അധികാരങ്ങളിൽ ഇരുന്നവർ ഇതിനെ ഒന്ന് കെട്ടിപ്പണിയുവാൻ തക്കവണ്ണം യാതൊരു തത്രപ്പാടും കാണിക്കാതെ സ്വന്തം വഴികളിൽ അധികം ഓടി അവരവരുടെ കാര്യം നോക്കി സ്വന്തം വയറ് നിറച്ച് ജീവിച്ചതിൻ്റെ ആ ഒരു കാര്യം കണ്ടുകൊണ്ടാണ് ആസാഫ് എഴുതിയതെന്ന് പറയുന്ന പല ചരിത്രകാരന്മാരുണ്ട്. പ്രിയമുള്ളവരെ, വ്യക്തിപരമാകുന്ന നമ്മുടെ സഭ, അല്ലെങ്കിൽ വ്യക്തിപരമാകുന്ന ഞാൻ എന്ന സഭയെക്കുറിച്ച് നമുക്ക് എത്രമാത്രം അതിനെ അല്ലെങ്കിൽ കെട്ടിപ്പണിതെടുക്കുവാൻ നാം ശ്രദ്ധാലുക്കളാണ്. ജഡത്തിൻ്റെതായിരിക്കുന്ന മോഹങ്ങളെ നിവർത്തിക്കുവാനുള്ള തത്രപ്പാടിൽ നാം ഓടുന്നതിൻ്റെ ഇടയിൽ സഭ എന്ന വ്യക്തിപരമാകുന്ന ഞാൻ എന്ന ആലയം തകർന്നും മതിലില്ലാത്തതായും
ശത്രു കടന്നതായും എന്തിന് അതിവിശുദ്ധ സ്ഥലമായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങൾ പോലും കറ നിറഞ്ഞ, സ്തോത്രം, കളങ്കങ്ങൾ നിറഞ്ഞ ശത്രുവിന് വിട്ടുകൊടുത്ത അനുഭവങ്ങൾ തിരിച്ചറിയാതെ ഇന്നും ജഡാഭിലാഷങ്ങളെ നിവർത്തിക്കുവാൻ നാം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? സ്തോത്രം. എന്നിട്ട് പറയുക, നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ അലറുന്നു. ചിന്തിച്ചു നോക്കണം. ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലത്തിനകത്ത് പ്രവേശനമില്ലാത്തവൻ. അവനൊക്കെയല്ലേ ഇന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തിനകത്ത് കയറി നിന്ന് പ്രവേശിച്ച് അലറുന്നത്. അവൻ്റെ ശീൽക്കാരങ്ങളല്ലേ പലപ്പോഴും പുറപ്പെട്ടു വരുന്നത്. ദൈവാത്മാവ് കുടിയിരിക്കേണ്ടുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിവാസമായിരിക്കുന്ന ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ ശത്രുവിന് ഇടം കൊടുത്ത്, ശത്രുവിനെ ഏൽപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു വരുന്ന കൃപയുടേതായിരിക്കുന്ന വാക്കുകൾ ഉത്ഭവിക്കപ്പെടേണ്ടുന്നതായിരിക്കുന്ന, കൃപയുടെ ചിന്തകൾ ഉത്ഭവിക്കപ്പെടേണ്ടതായിരിക്കുന്ന, കൃപയിൽ നിറഞ്ഞ് പ്രവർത്തിക്കേണ്ടുന്നതായിരിക്കുന്ന ഹൃദയം ഇന്ന് ശത്രുവിൻ്റെ വഴികളിലും പിശാചിൻ്റെ മാർഗങ്ങളിലും ജഡത്തിന്റെ മോഹങ്ങളിലും ലോകസ്നേഹത്തിൻ്റെതുമല്ലേ സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിനെയാ പറയുന്നത് ശത്രു നിന്ന് അലറുന്നെന്ന്. സ്തോത്രം. എന്ന് നാം ഇതൊക്കെ തിരിച്ചറിഞ്ഞൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. എന്ന് തിരിച്ചറിയും എൻ്റെ ആലയം ഇടിഞ്ഞു കിടക്കുന്നെന്ന്? എന്ന് തിരിച്ചറിയും ഇതിന് മതിലില്ലെന്ന്? എന്ന് തിരിച്ചറിയും ഇതിനകത്ത് കണ്ടകടിച്ചാതി എല്ലാം കയറിയിരിക്കുകയാണെന്ന്? സ്തോത്രം. അത്ര ചെറിയ വിഷയമായി കരുതരുത്. അടുത്ത വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ആദ്യമൊക്കെ തിരിച്ചറിവില്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുന്നെങ്കിലും ഇതൊരു കോടാലി വെച്ച അനുഭവമാണ്. സ്തോത്രം. നാട്ടിൽ പറയുന്ന പോലെ ഇതൊരു കോടാലിയാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു കോടാലി വെച്ച അനുഭവമാണ്. സ്തോത്രം. വെട്ടി താഴെയിടുന്ന അനുഭവങ്ങളിലേക്ക് ചെന്നു വീഴുന്നതിന് മുൻപേ ഹൃദയത്തെ ശുദ്ധീകരിച്ച് കെട്ടേണ്ട ഇടങ്ങളെ കെട്ടിയെഴുന്നേൽപ്പിച്ച് ശത്രുവിനിടം കൊടുക്കാതെ മഹാരാജാവിൻ്റെ നഗരമായി നമ്മുടെ ഹൃദയങ്ങളെ നാം പണിതെടുക്കുന്നെങ്കിൽ, സ്തോത്രം, ഈ നാളുകളിൽ നാം രക്ഷിക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഇല്ലെങ്കിൽ ഇത് കോടാലി ഓങ്ങുന്നത് പോലെ ഇരിക്കും. കണ്ടോണേ, വായിച്ചൊന്ന് പോകുക. ഇതാ അവർ മഴുകൊണ്ടും ചുറ്റിക കൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയുന്നു. എന്താ എൻ്റെ ഹൃദയത്തിൽ ഓടി വന്ന ചിന്തകളെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ എന്തുവാ എഴുതപ്പെട്ടിരിക്കുന്നത്? എന്തെഴുതണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ വചനം. അതിൻ്റെ മനോഹാരിതകളിൽ നിറച്ച് ഹൃദയത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നതിനെ ശത്രുവിന് ഹൃദയ ചിപ്പ് ചെയ്ത് മാറ്റി അവൻ്റെ സംഹിതകളെ അകത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ദൈവവൈതലിന്? ഹൃദയത്തിൻ്റെ അകത്തെ ചിത്രപ്പണികൾ ദൈവവചനമായിരിക്കട്ടെ, അത് തകർത്ത് കളയുവാൻ ശത്രുവിനെ അകത്ത് അനുവദിക്കരുതെന്ന്. അത് നമ്മുടെ തകർച്ചയാ. ഇന്നത്തെ തലമുറയുടെ തകർച്ച അതാ. ദൈവവചനം എന്ന് പറയുന്നത് അകത്തളങ്ങളിൽ ഇല്ല. ഒരുപക്ഷെ ചെറുപ്രായത്തിൽ എന്തെങ്കിലും സൺഡേ സ്കൂളിലോ വീട്ടിലോ ഇരുന്ന് പറഞ്ഞു കൊടുത്ത 10 വചനങ്ങൾ ഇതേ ഇപ്പൊ ശത്രു കയറി അത് തച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നമ്മളുടെ പലരുടെയും ഹൃദയത്തിലുള്ള ദൈവവചനം ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുക. വചനത്തിലുള്ള ആഴമായ ജ്ഞാനം എത്രയുണ്ട്? സ്തോത്രം. എന്നിട്ട് അവസാനം പറയും, നാം അവരെ നശിപ്പിച്ചു കളക എന്ന് പറയുന്ന ഒരു ശത്രു. 9-ാമത്തെ വാക്യം ചിന്തിപ്പിക്കേണ്ടുന്നതാ. 9-ാമത്തെ വാക്യം, ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല.
ഇതെത്രത്തോളം എന്ന് അറിയുന്നവൻ ആരുമില്ല. വല്ലോം ഹൃദയത്തെ കുത്തുന്നുണ്ടോ? വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ കുത്തി. അറിയാമോ നമ്മൾ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വല്ല ബോധ്യമുണ്ടോ? സങ്കീർത്തനക്കാരൻ പറയുന്നത് തന്നെയല്ലേ സത്യം. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നോ എവിടെ ചെന്ന് തീരുമെന്നോ പോലും അറിയാത്ത ഒരു ലക്കുകെട്ട ജീവിതത്തിലേക്കല്ലേ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. പക്ഷെ വിശ്വാസ ജീവിതം അങ്ങനെ അല്ലെന്നാ ദൈവവചനം പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിനൊരു നായകനുണ്ട്, നോക്കാനൊരു കേന്ദ്ര ബിന്ദുവുണ്ട്. അവനെ പിൻപറ്റണമെന്നുള്ള കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ എനിക്ക് നിങ്ങൾക്കും തന്നതാ ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. അതിനകത്ത് ശത്രു കയറുമ്പോഴാ എവിടാ, എങ്ങനാ, എന്നാ, എപ്പോഴാന്ന് അറിയാതെ വണ്ണം ലക്കുകെട്ടവനായി, ബോധ്യമറ്റവനായി നാം ജീവിതത്തിൽ ചെന്ന് പരാജയപ്പെട്ട് അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു മടങ്ങി വരവിന് സമയമായില്ലേ? സ്തോത്രം. ഒരു സമർപ്പണത്തിന് സമയമായില്ലേ? നമ്മുടെ ജീവിതത്തെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. ലക്ഷ്യബോധമറ്റ യാതൊരു വിധമായിരിക്കുന്ന സ്തോത്രം നിശ്ചയദാർഢ്യവുമില്ലാത്ത ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവവചനം പറയുന്നത് പോലെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, വചനവും ഇല്ല, ജീവിതവും ഇല്ല, ലക്ഷ്യവും ഇല്ല, ദൈവവും ഇല്ല, മനുഷ്യനും ഇല്ലാത്തൊരനുഭവം നമ്മുടെ ജീവിതത്തിൽ എത്ര വേദന പകരുന്നതായിരിക്കണം. അവസാനം നാശമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മടങ്ങി വരാം. സഭയ്ക്കത് നാശമാണ്, അത് മടങ്ങി വരാം. ഈ ദേശത്തെ ഓർത്ത് നമുക്ക് കരയാം. ഇതിനകത്ത് ഒത്തിരി വാക്യങ്ങൾ എടുത്ത് പൊടി അവർ നാട്ടിയെന്ന് കാണുന്നില്ലേ മീഡിയയിലൊക്കെ? പ്രാർത്ഥിക്കാൻ സമയമായില്ലേ? നമ്മൾ നമ്മുടെ വാതകളിൽ തന്നെ നടന്നുകൊണ്ട് നമ്മുടേതായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരാൻ നേരമില്ല. പ്രാർത്ഥനയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത ജീവിത രീതികൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും കാണുന്നതല്ലേ? എന്തിനധികം വിധിക്കുന്നത്? സ്തോത്രം. ഈ നാളുകളിൽ ഒരു മടങ്ങി വരവിലേക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവം അത് ആഗ്രഹിക്കുന്നു. നമ്മെ ഏൽപ്പിക്കാം. സഭയുടെ വിടുതലിന് ഞാനും നിങ്ങളും ഒരു കാരണമായിരിക്കട്ടെ. സഭയുടെ ഉദ്ധാരണത്തിന് ഞാനും നിങ്ങളും ഒരു കാരണമായിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ആസാഫിനെ പോലെ നാം ഉണ്ടായിരിക്കട്ടെ. ആസാഫിനെ പലരും ലക്ഷ്യബോധമില്ലാത്തവൻ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ശരിയായി നോക്കാത്തവൻ, എല്ലാം നെഗറ്റീവ് കാണുന്നവനെന്നാ. പക്ഷെ അതുപോലെ പ്രാർത്ഥിക്കുന്ന ചിലരായി നമുക്ക് മാറാം. പല പ്രവാചകന്മാരും അങ്ങനെയായിരുന്നു. എല്ലാവർക്കും കയ്പായിരുന്നു അവരെക്കുറിച്ച്. പക്ഷേ ഇസ്രായേലിൻ്റെ ഉദ്ധാരണത്തിന് അവരാ പ്രയോജനപ്പെട്ടത്. ആത്മാർത്ഥമായി ദൈവവചനം നമ്മൾ പഠിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ സ്തോത്രം ഒഴുക്കിനെതിരെ നീന്തുന്നവരായി ഒറ്റയ്ക്ക് കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി മറ്റുള്ളവരെ ചേർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.